നമസ്കാരം. പ്രധാന വാർത്തകൾ. പോണ്ടിച്ചേരി സർവകലാശാല ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ SFIക്ക് ഉജ്ജ്വല വിജയം. സർവകലാശാലയ്ക്ക് കീഴിലെ മുഴുവൻ ക്യാമ്പസുകളിലും SFI യൂണിയൻ പിടിച്ചെടുത്തു. കാരക്കാൽ ക്യാമ്പസ്, പോണ്ടിച്ചേരി കമ്മ്യൂണിറ്റി കോളേജ്, മാഹി ക്യാമ്പസ്, ആൻഡമാൻ പോർട്ട് ബ്ലെയർ ക്യാമ്പസ് ഉൾപ്പെടെ യൂണിയൻ SFIക്കാണ്. ഭൂരിഭാഗം ICC സീറ്റിലും SFI വിജയിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഫ്രഷ് കട്ട് സംഘർഷം, ഒരാൾ കൂടി അറസ്റ്റിൽ. കൂടത്തായി അമ്പലക്കുന്നുമേൽ ഷാനു ജാസിമിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ പോലീസിൽ പിടിയിലായവരുടെ എണ്ണം 17ആയി. എയർപോർട്ടിൽ നിന്നാണ് ജാസിമിനെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് നടപടി ശക്തമായി തുടരുകയാണ്. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരവും തുടങ്ങിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ ബിഷപ്പിന്റെ കാർ ആക്രമിച്ച പ്രതികൾ പിടിയിൽ. ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി അൻവർ നജീബ്, വണ്ണപ്പുറം സ്വദേശി ബാസിം നിസാർ എന്നിവരാണ് പിടിയിലായത്. ഷംഷാബാദ് ബിഷപ്പ് ജോസഫ് കൊല്ലംപറമ്പിലിന്റെ കാറിന് നേരെയായിരുന്നു ആക്രമണം. ഇന്നലെയാണ് മൂവാറ്റുപുഴയിൽ ബിഷപ്പിന്റെ കാർ പ്രതികൾ ആക്രമിച്ചത്. കാറിന്റെ ഹെഡ്ലൈറ്റും പുറകിലെ ലൈറ്റും പ്രതികൾ അടിച്ചു തകർത്തു. വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷനിൽ വെച്ചായിരുന്നു ബിഷപ്പിന്റെ കാറിന് നേരെ ആക്രമണമുണ്ടായത്. ബിഷപ്പിന്റെ കാർ വിമാനത്താവളത്തിൽ നിന്ന് വരും വഴി ലോറിയിൽ പെരുമ്പാവൂരിൽ വെച്ചിടിച്ചിരുന്നു. തുടർന്ന് പിന്തുടർന്നെത്തിയ ലോറി ഡ്രൈവറാണ് മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നത്ത് വെച്ച് കാർ തടഞ്ഞു നിർത്തി ഹെഡ്ലൈറ്റ് അടിച്ചു തകർത്തത്. പാലായിലേക്കുള്ള യാത്രാമതിയായിരുന്നു സംഭവം. ബിഷപ്പ് പരാതി നൽകിയിട്ടില്ല. അങ്കമാലി കറൂക്കുറ്റിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. അമ്മുമ്മ കുഞ്ഞിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തിട്ടുണ്ട്. കറൂക്കുറ്റി സ്വദേശികളായ ആന്റണി റൂത്ത് ദമ്പതികളുടെ മകളായ മറിയം സാറയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാനസിക വിഭ്രാന്തിയെ തുടർന്നാണ് കൊലപാതകമെന്നാണ് നിഗമനം. മറ്റെന്തെങ്കിലും പ്രേരണയുണ്ടോ എന്ന് പരിശോധിക്കും. അമ്മുമ്മ റോസ്ലിയുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും. നിലവിൽ ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിൽ 3ഇടങ്ങളിൽ ഇക്കുറി വനിതാ മേയർമാരാകും. കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളാണ് വനിതാ സംവരണത്തിലേക്ക് വരുന്നത്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. കൂടാതെ 8 ജില്ലാ പഞ്ചായത്തുകളുടെ അധ്യക്ഷ സ്ഥാനവും സ്ത്രീകൾക്ക് നൽകും. 525 പഞ്ചായത്തുകളിലും സ്ത്രീകൾ പ്രസിഡന്റുമാരാകും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലാ പഞ്ചായത്തുകളുടെ അധ്യക്ഷ സ്ഥാനമാണ് വനിതകൾക്ക്.